ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് കുറച്ച് വളയുമായിട്ടാണ് വന്നത്. ഇതെന്തിനാണെന്നറിയോ? ഇത് നമുക്ക് എങ്ങനെയാണ് വളേൻ്റെ അളവെടുക്കുക എന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വള എടുത്തിട്ടുണ്ട്, മെഷറിംഗ് ടാപ്പ് എടുത്തിട്ടുണ്ട്, ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്, ഒരു പേന എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ബാംഗിൾസും വളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ അളവ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേൻ്റെ വളേൻ്റെ സെൻറ്ററിൽ കൂടിയിട്ട് ഈ ടാപ്പ് വെച്ച് നോക്കുക. അപ്പം ഒരു അളവ് കിട്ടും. അതായത് 2.2 ആണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ അളവ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം നമുക്ക് കുറച്ചും കൂടി കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു പേപ്പറിൽ നടുവിൽ കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവായിട്ട് കിട്ടും. അപ്പോൾ അതും കറക്റ്റാണ് കിട്ടിയത്. 2.2 തന്നെയാണ് കേട്ടോ വന്നത്. ഇത് ഇഞ്ചിലാണ് കേട്ടോ. നമ്മൾ ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിലും അധികവും മെഷറിങ് കാണിക്കുക ഇഞ്ചായിരിക്കും, സെൻറ്റിമീറ്റർ അങ്ങനെ കാണിക്കൂല. അപ്പോൾ ഇതേ നമുക്ക് ഇനിയിപ്പം സെൻറ്റിമീറ്ററിലാണ് എടുക്കാൻ പറ്റിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കാം. ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു വളയാണ്, ഇതും എൻ്റെ വള തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നോക്കാം. ഇതിൽ സെൻറ്റിമീറ്റർ വരുന്നത് ഇഞ്ച് വരുന്നത് 2.3 ആണ് കേട്ടോ. അപ്പോൾ 2.3, 2.2. അപ്പോൾ ഇത് രണ്ടും എൻ്റെ അളവ് തന്നെയാണ്. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഈ രണ്ട് സൈസിലുള്ള വാങ്ങിയാലും ഓക്കെ ആയിരിക്കും. ഇനി നമുക്ക് സ്കെയിലിൽ സെൻറ്റിമീറ്റർ ഒന്ന് നോക്കാം. നമ്മുടെ ടാപ്പിൽ സെൻറ്റിമീറ്റർ ഉണ്ട്. ടാപ്പ് അഥവാ കയ്യിലില്ലാത്തവരാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ടാപ്പ് ഉണ്ടാവണമെന്നില്ലല്ലേ. അപ്പോൾ ഇത് സെൻറ്റിമീറ്ററിൽ നോക്കുകയാണെങ്കിൽ 5.5 പോയിൻ്റ് ആയിട്ടാണ് കേട്ടോ വരിക. 5.5 സെൻറ്റിമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സെൻറ്റിമീറ്ററിൽ വരുന്ന അളവ്. അപ്പോൾ ഇത് ഞാൻ വേറൊരു വളയും കൂടി വെച്ച് നോക്കുന്നുണ്ട്. ഈ വള വെച്ചിട്ടാണ് ഞാൻ ഓൺലൈനിലൊരു വള ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് പടി വാളിയത് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് വലിയ വളയായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ 2.5 ഇഞ്ചാണ് കേട്ടോ. അത് വലിയ വളയായിപ്പോൾ വാങ്ങിയത്, അതും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ മീഷോ എന്നാണ് ഈ വള വാങ്ങിയേക്കുന്നത്. 287 രൂപയ്ക്കാണ് കേട്ടോ. സൈസ് കണ്ടോ, 2.5 ആണ് എടുത്തത്. അപ്പോൾ വലിയ വളയാണ്. പക്ഷേ കുപ്പിവള എടുത്തത് വലിയ വള ആയതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നില്ല. കുറച്ച് വലുപ്പം തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ കൈയിൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ പത്തിയില്ലേ, അവിടെ ഭയങ്കര വലുപ്പവും താഴോട്ട് വള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൂസും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കമ്പീൻ്റെ വളയൊക്കെ ആണെങ്കിൽ കുഞ്ഞ് വാങ്ങിയാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിടാം. പക്ഷേ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകും ഗൈസ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ കൈ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങൂല കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അപ്പം വളയൊക്കെ അടിപൊളി വളയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. 10 നമുക്കൊരു 6 7 ഒക്കെ കൊടുക്കുക. കാരണം ഒരുപാട് പൊട്ടലുകളുണ്ട് കേട്ടോ. അധിക വളയും പൊട്ടി കിടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ പെട്ടെന്ന് പൊട്ടുകയും ചെയ്ത് ഞാൻ ഇടുന്ന സമയത്ത്. അപ്പോൾ ഇത് വളയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓണത്തിനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. കാരണം ഇത്രയും വളയൊക്കെ ആ പൈസയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കിട്ടലാണ് കേട്ടോ. ഭയങ്കര ലാഭമായിരിക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ. അതല്ല ഇവരുടെ പാക്കിംഗ് ഒക്കെ സൂപ്പർ പാക്കിംഗ് ഒക്കെയാണ്. നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. പൊട്ടിപ്പോവോ ഡാമേജ് ആവുമോ ഒന്നും ചെയ്യൂല. അത്രയും നല്ല പാക്കേജുമാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി വളയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ലിങ്ക് ഒന്ന് ഞാൻ ഷെയർ ചെയ്തിരുന്നുണ്ട് കേട്ടോ. ഇനി അഥവാ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെയിൽ മാത്രമേ കയ്യിലുള്ളൂ, വേറൊന്നുമില്ല, ടാപ്പൊന്നും ഇല്ല എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ സ്കെയിൽ തന്നെ ഇഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട്. അത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത് ഇഞ്ചാണ് കേട്ടോ കാണിക്കുന്നത്. സെൻറ്റിമീറ്റർ മുകളിലും താഴെ ഇഞ്ചും ആണ് കാണിക്കുന്നത്. അപ്പം ലോങ് ആയിട്ടുള്ള വലിയ വരയില്ലേ, അതാണ് 1 ഇഞ്ച് 2 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ സ്കെയിൽ ഉണ്ടെങ്കിലും മതി, മെഷറിംഗ് ടാപ്പ് തന്നെ വേണമെന്നില്ല. ഒരൊറ്റ തവണ മെഷർ നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ആ ഒരു സൈസ് തന്നെ മതിയാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിൽ അതിൽ തന്നെ ചിലപ്പോൾ ഇഞ്ചും സെൻറ്റിമീറ്ററും ഒക്കെ അവർ കൊടുക്കും കേട്ടോ. ചിലതിൽ കൊടുക്കും, ചിലതിൽ കൊടുക്കില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ഒരു കുഞ്ഞു ടിപ്പാണ്, ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ മതി. ഞാൻ നോർമലായിട്ട് വള ഇടാൻ ശ്രമിക്കുകയാണ്. ഭയങ്കര ടൈറ്റാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൈയിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര തടിയാണ് ഗൈസ്. ഞാൻ മെലിഞ്ഞിട്ടാണ്, പക്ഷേ ആ കൈയിൻ്റെ ആ ഒരു ആ സ്ഥലം മാത്രം ഭയങ്കര തടിയാണ് കേട്ടോ. അപ്പോൾ കയറുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ക്രീം എടുത്ത് കൈ തേച്ച് നോക്കി. മോളെ ക്രീമായിരുന്നു കേട്ടോ, മാമയത്തിൻ്റെ ക്രീമാണ് കയ്യിലുണ്ടായിരുന്നത്. അത് തേച്ച് നോക്കി ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ആ ക്രീം തേച്ച് ഞാൻ വള ഇട്ടപ്പം വള കയറിയത് ഞാൻ അറിഞ്ഞിട്ടും കൂടിയില്ല. ഒരു പ്രശ്നമില്ലായിരുന്നു. പെട്ടെന്ന് സടപടി എന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ട്. അഴിക്കാനും സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കൊടുത്താൽ മതി. അഴിഞ്ഞും കിട്ടുന്നുണ്ട്, ഇട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഞാനൊക്കെ ചെറുതാകുമ്പോഴൊക്കെ വളരുന്ന ഒരു പ്രായം കഴിഞ്ഞപ്പോൾ വള ഞാൻ തൊട്ട് നോക്കലില്ലായിരുന്നു കേട്ടോ. ഒരു പ്രായത്തിൽ വളരുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടൈറ്റുള്ള വള ഇടാനാണ് ഇഷ്ടം, പക്ഷേ കയ്യിൽ കയറില്ല. ഇതാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വെളിച്ചെണ്ണ തേക്കുമായിരുന്നു, സോപ്പിട്ട് പതപ്പിച്ചിട്ട് ഇടായിരുന്നു, പിന്നെ കവർ ഇട്ടിട്ട് ഇടായിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നം വരാറില്ല. വള അങ്ങനെ യൂസ് ചെയ്യലില്ല. വല്ലപ്പോഴും ഒരു വള, സാരിയൊക്കെ വല്ലപ്പോഴും എടുക്കുകയാണെങ്കിൽ ഒരു വള യൂസ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.